സുഭാഷ് ബാബു ആരോപണങ്ങൾ പലതുണ്ട്. പക്ഷെ ഒഫീഷ്യലായിട്ട് വന്ന കംപ്ലൈന്റ് ഒന്നാണ്. ഒരു വ്യക്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ BNS 89 നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ BNS 64 അതായത് റേപ്പ്, അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള റേപ്പ്, BNS 64H തുടങ്ങിയവയൊക്കെ നിലനിൽക്കുമോ? ഇപ്പോൾ ഈ വിവിധ കമ്മ്യൂണിക്കേഷൻസ്, വാട്സാപ്പിലുള്ള ചാറ്റ്, അതുപോലെ തന്നെ ഇവരുടെ കോൾ റെക്കോർഡ്സ് ഒക്കെ ഇതിനോടൊപ്പം തന്നെ പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ അത് കൺസെൻഷ്വൽ ആണ് എന്ന നിലയിൽ ആണ് നമുക്കൊക്കെ തോന്നുന്നത്. ആ കൺസെന്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് സ്വാഭാവികമായും വാദിക്കാം. അതൊരു യഥാർത്ഥത്തിലുള്ള കൺസെന്റ് ആയിരുന്നില്ല, മറിച്ച് മാനിപ്പുലേഷൻ വഴി നേടിയ കൺസെന്റ് ആയിരുന്നു എന്ന് സ്ട്രോങ് ആയി വാദിക്കാം. എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു അതല്ലാത്ത നിലയ്ക്കുള്ള റേപ്പായിരുന്നു എന്ന പോലീസിന്റെ FIRലെ ആ വാചകങ്ങൾ അത് ഇനി കേസിലേക്ക് പോകുമ്പോൾ അത് അതേപടി സ്റ്റാൻഡ് ചെയ്യുമോ? താൽക്കാലികമായിട്ട് ഇപ്പം കേസെടുത്തതിനകത്തുള്ള ഒരു ന്യൂനത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവം നടന്ന് വളരെ നാളുകൾക്ക് ശേഷമാണ് പരാതികൾ ഉണ്ടാകുന്നത്. ആ പരാതികൾ ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസിന് ആളെ അന്വേഷിച്ച് നടന്നിട്ടും കിട്ടാതെ ഒരു സുവമോട്ടോ കേസെടുത്തതിന് വ്യാപകമായിട്ട് പോലീസ് പ്രചാരണം കൊടുത്തു. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് സാധാരണ ഇല്ലാത്ത മാതിരി ഒരുപാട് പ്രചാരണം നടത്തി, ഒരുപാട് അന്വേഷണം നടത്തിയിട്ടൊന്നും അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ആരെയും കിട്ടിയില്ല. പരാതി ആരെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഈ കുറ്റങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല. അതുകൊണ്ടാണ് പോലീസിനെ സംബന്ധിച്ചുള്ള അവർ കേസെടുത്തിട്ട് കുറേ ആളുകളെ ചോദ്യം ചെയ്തു, കുറേ ശ്രമങ്ങളൊക്കെ നടത്തി അങ്ങനെ ഇരുത്തിയിരുന്ന അവസരത്തിലാണ് ഈ പറയുന്ന ശബ്ദശകലങ്ങൾ പോലും ഇവിടെ ചർച്ചാ വിഷയമായിട്ട് വന്ന് അതും പൊതുസമൂഹത്തിൽ വന്നതിന് ശേഷം അതിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ വന്നിട്ട് മാസങ്ങൾക്ക് ശേഷം 3 മാസത്തിന് ശേഷം വന്നിട്ട് അതിനൊരു പരാതി കൊണ്ട് കൊടുത്താൽ ആ പരാതി മറ്റേ ഇതിനകത്ത് പ്രതിവാദ്യ വിഷയമായതുകൊണ്ട് അതിലോട്ട് തന്നെ ജോയിൻ ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്താൽ പോലീസിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട് വരുമെന്നുള്ള രീതിയിൽ അത് മാറ്റിവെച്ചതിന് ശേഷം പുതിയൊരു FIR അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു തകരാറ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, നിയമപരമായ ഒരു വൈഷമ്യം അതിനകത്തിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഇതിലുള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സുപ്രീം കോടതി അടുത്ത കാലത്ത് ഒരു 4 പ്രധാനപ്പെട്ട വിധിയുണ്ടായിരുന്നു. ആ വിധിയിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, വിവാഹിതയായ ഒരു സ്ത്രീ, പുരുഷനാണ് വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയെ ബന്ധപ്പെട്ടത്, അതേമാതിരി വ്യാമോഹിപ്പിച്ച് അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനം കൊടുത്തതിന് ശേഷം അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു, അതിന് ശേഷം വരുന്നതാണ് റേപ്പ് നിൽക്കുന്നത്. നേരെ മറിച്ച് വിവാഹിതയായി ഭർത്തൃസംവേദനമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള അവരെ ഒരു ആളുമായിട്ട് ബന്ധപ്പെടുകയും, അതായത് അതിന് വിവാഹത്തിന് പുറത്തൊരാളുമായിട്ട് ബന്ധപ്പെടുക, അങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം അവരെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് നേരിട്ടറിയാം. അവർക്ക് ഒരു നാഥനുണ്ട്. ആ അവസരത്തിൽ അവർ വേറെ ആളുകളെ തേടിപ്പോകുന്നു. അങ്ങനെ തേടിപ്പോയിട്ട് അവർ തമ്മിലുള്ള ഐക്യം, അല്ലെ മാനസികമായ അടുപ്പം, അല്ലെ ശാരീരികമായ ബന്ധത്തിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടാകുക, അല്ലെ സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും രീതിയിൽ ബന്ധം ഉണ്ടാകുമ്പോൾ അത് തെറ്റിയതിന് ശേഷം അതിൻ്റെ പേരിൽ ഞാൻ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി യാതൊരു രീതിയിലും നിൽക്കില്ല. അത് റേപ്പ് എന്നതിൻ്റെ പരിധിക്ക് പുറത്താണ്. അതുകൊണ്ട് അങ്ങനെ വരുന്ന കേസുകളൊന്നും കാര്യമായിട്ട് ഇനിയും കോടതിയിൽ ഒരു കോടതിയും എൻ്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ജഡ്ജ്മെൻ്റൊക്കെ ഉള്ളത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് അതാണ്, വിവാഹിതയാണ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വക്കീൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അതെന്തായാലും ശരി, അത് പ്രധാനപ്പെട്ട ഒരു വാദമായിട്ട് നിൽക്കും. അത് കോടതി അത് നിഷേധിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഗർഭചിത്രം, പിന്നെ വീട്ടിൽ അതിക്രമിച്ച് ഒരാളെ അതിക്രമിച്ച് കടത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പരാതി കൊടുക്കണം. ഈ പറയുന്നത് ആവർത്തിച്ച് 3 സ്ഥലത്ത്, അതായത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ, അത് ഒന്ന് പാലക്കാടാണെങ്കിലും ഒന്ന് തിരുവനന്തപുരത്താണ്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ പരാതി കൊടുത്ത വ്യക്തി അവിടെ എത്തുന്നു. അപ്പം സ്വന്തം ഇഷ്ടപ്രകാരം പോയി എന്നുള്ളതിന് ഇതിനേക്കാൾ കൂടുതൽ തെളിവ് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ എന്തായെന്ന് തെളിയിച്ചു കൊണ്ടുവരാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ ദുഷ്കരമായ ഒരു അന്വേഷണമാണ് പോലീസ് ഇത് വളരെ ബുദ്ധിമുട്ടും. ഈ കേസിലെ തെളിവ് ശേഖരണം എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ളതാണ്. പിന്നെ ഈ ഗർഭഛിദ്രം എന്ന് പറഞ്ഞാൽ ഗർഭത്തിന് ഈ രാഹുൽ അയാൾ സ്വഭാവദൂഷ്യമുള്ള ആളാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അയാൾ ഇതുവരെ പ്രതികരിക്കാതിരുന്നത്. അതെൻ്റെ ശബ്ദമല്ലെന്നോ അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. കാരണം മിണ്ടിയാൽ കൂടുതൽ ആപ്പിൽ ആകും എന്നുള്ള ഭയം കൊണ്ടാണ്. ഒരു കേസ് വന്നുകൊണ്ട് ഇനിയും ചിലപ്പോൾ ആ കേസുകൾ വരാൻ സാധ്യതയുണ്ടില്ല എന്നൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗർഭത്തിൻ്റെ ഉടമ ഇയാളാണെന്ന് കാണണമെങ്കിൽ ഈ ഗർഭത്തിലുണ്ടായിരുന്ന ഭ്രൂണം അബോർട്ട് ചെയ്ത് കളയുന്ന അവസരത്തിൽ മെഡിക്കൽ ടെർമിനേഷൻ നടത്തുന്ന അവസരത്തിൽ ആ ഭ്രൂണം
ഇതുവരെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ട് ഈ ഗർഭത്തിന് ബന്ധം എങ്ങനെ തെളിയിക്കാൻ പറ്റും? അപ്പം ഗർഭഛിദ്രം അദ്ദേഹം വാക്കാൽ പറഞ്ഞിട്ട് ഗർഭഛിദ്രം നടത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഗർഭമുണ്ടാക്കി എന്നുള്ളതിന് എന്ത് തെളിവാണെന്നല്ലേ സാധാരണ പ്രതിയായ വ്യക്തി ചോദിക്കാനുള്ള സാധ്യത. അതായിരിക്കും മിക്കവാറും ഇപ്പോൾ ബെയിൽ ആപ്ലിക്കേഷനിൽ വരുന്നത്. പിന്നെ ഈ ചാറ്റ് മാത്രം വെച്ചിട്ട് ആരെയെങ്കിലും ശിക്ഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരുടെ പേര് നടപടിയെടുക്കാം? പോലീസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന തെളിവ് വെച്ച് പോലീസിന് മുന്നോട്ട് പോകാം. പെട്ടെന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയ ലഭ്യമായ തെളിവിൻ്റെ സാഹചര്യത്തിൽ റിമാൻഡ് ചെയ്യുക. ഫർദറായിട്ട് അന്വേഷിക്കുന്ന അവസരത്തിൽ തെളിവിൻ്റെ ആ ബാഹുല്യം അല്ലെങ്കിൽ തെളിവിൻ്റെ ഗൗരവം അനുസരിച്ച് അല്ലെങ്കിൽ അഭാവമുണ്ടെങ്കിൽ അതനുസരിച്ച് പോലീസിന് കേസുകൾ ഡിസ്പോസ് ചെയ്യാം. തീർച്ചയായും പോലീസിന് ഇത് വളരെ ചലഞ്ചിങ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റേപ്പ് എന്ന ചാർജ് പ്രത്യേകിച്ച് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. പക്ഷേ നിരവധി മറ്റ് ആംഗിളുകളുണ്ട്. ധാർമ്മികമായ പ്രശ്നം അതിനേക്കാളുണ്ട്. ഈ കൺസെന്റ് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒട്ടേറെ വിവരങ്ങൾ ഇതിനോടകം പൊതുസമൂഹത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ